ഒരു നിമിഷം, ഇപ്പോൾ കൃപേഷിന്റെ അമ്മ സംസാരിക്കുന്നുണ്ട്. കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. മണികണ്ഠൻ അടക്കമുള്ള ആളുകൾ എന്താണ് നീതി കിട്ടി എന്ന് തോന്നുന്നു? നീതി കിട്ടിയെന്ന് തോന്നുന്നു, എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ഇത്രയും വർഷം കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ? അതെ അതെ, ആഗ്രഹിച്ച പോലെ സംഭവിച്ചു. കടുത്ത ശിക്ഷ പ്രഖ്യാപിച്ചിട്ടില്ല. കടുത്ത ശിക്ഷ വേണമെന്നാണോ? കടുത്ത ശിക്ഷ വേണം തന്നെ ആഗ്രഹിക്കുന്നത്. അതായത് കേസ് അട്ടിമറിക്കാൻ പല സമയത്തും ശ്രമിച്ചു സർക്കാർ കുറെ കളി കളിച്ചു. അമ്മ, പ്രതികളാക്കിയവരിൽ കുറച്ചുപേരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തിട്ടുണ്ട് കോടതി. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിനെക്കുറിച്ച് എന്താ പറയണ്ടെന്നില്ല. CBI വരാനൊക്കെ കുറെ കഷ്ടപ്പെടേണ്ടി വന്നില്ലേ? അതെ അതെ, കുറെ കഷ്ടപ്പെടേണ്ടി വന്നു. തീർച്ചയായും ഇതിനകത്ത് ഉന്നതതല ഗൂഢാലോചന ഉണ്ട് എന്നും CPM നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നത് എന്നും അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണം അല്ലെങ്കിൽ CPM നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റ് അന്വേഷണം തൃപ്തികരമല്ല എന്നും ആദ്യം മുതൽ രണ്ട് കുടുംബവും വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി വരെ പോയി ഈ കേസിനകത്ത് CBI അന്വേഷണം വേണമെന്നുള്ള നിലപാട് രണ്ട് കുടുംബവും പാർട്ടിയും സ്വീകരിച്ചത്. അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഇടപെടലുകൾ CPMന്റെയും അവരുടെ ഭരണത്തിന്റെയും നേതൃത്വത്തിലുണ്ടായിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തീർച്ചയായും 1.5 കോടിയോളം രൂപ മുടക്കി സംസ്ഥാന ഖജനാവിന് നഷ്ടം വരുത്തിക്കൊണ്ട് സുപ്രീം കോടതിയിൽ രഞ്ജിത്ത് കുമാറിനെയും മനീന്ദർ സിംഗിനെയും പോലുള്ള വക്കീലന്മാരെ കൊണ്ടുവന്നത് കൂടാതെ നമ്മുടെ പാർട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ഈ പാർട്ടിയുടെ ഉപ്പും ചോറും കൊണ്ട് വളർന്ന് നേതാവായ ഒരു വക്കീലിനെ CK ശ്രീധരനെ വരെ ഇതിനകത്ത് നടത്തിയെടുത്തുകൊണ്ട് വലിയ ഡീല് നടത്തിക്കൊണ്ട് എന്താണ് ഡീൽ എന്ന് ഇനി CPM വെളിപ്പെടുത്തണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോയി. അവസാനം CBI വന്നു, അന്വേഷണം വളരെ കൃത്യമായി നടത്തി. ഇന്ന്